ഇവിടെ അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായ പരാമർശം നടത്തിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ മേൽനോട്ടം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നടത്തുന്നൊരു ബെഞ്ചുണ്ട്. ഇവിടെ ഒരു ജാമ്യാപേക്ഷയാണെന്ന് തോന്നുന്നു. ഒരു ഒരു ബെഞ്ചിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അന്വേഷണ കമ്മീഷനെതിരായിട്ടാണോ കേസ് കേൾക്കുന്ന ഡിവിഷൻ ബെഞ്ചിനെതിരായിട്ടാണോ എന്നത് അദ്ദേഹവും ഹൈക്കോടതിയും പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാനതിന് മറുപടി പറയാൻ ആളല്ല. ഞാൻ പറയട്ടെ, കാരണം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാകെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈക്കോർട്ട് ബെഞ്ചാണ്. ആ ബെഞ്ചിൻ്റെ മുന്നിലാണ് കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. അവരാണ് ഈ അന്വേഷണ സംഘത്തെ ഇടയ്ക്ക് ബന്ധപ്പെടുകയും കാര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയതാണ്. അന്നേരം അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ കമ്മീഷനെ ബാധിക്കുന്നൊരു കാര്യമല്ല. കാരണം അന്വേഷണ കമ്മീഷൻ നല്ല കൃത്യതയോടെ വ്യക്തതയോടെ അന്വേഷിച്ചു പോവുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ പരാമർശം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. ഇദ്ദേഹത്തിൻ്റെ പരാമർശം എങ്ങനെ വന്നു എന്നുള്ളത് ഹൈക്കോടതി പരിശോധിച്ച് നോക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.